അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. എംഎസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്ക് സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമ്, അഖിലെ അദബ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിലേക്ക് കടന്നു വരുന്ന പാദവാർഷിക പരീക്ഷ, പിന്നെ വരുന്ന അരക്കൊല്ലം, കൊല്ലപ്പരീക്ഷ, ഇങ്ങനെ തുടങ്ങി മദ്രസകളിലും സ്കൂളിലുമൊക്കെ വരുന്ന പരീക്ഷകളിൽ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനും മദ്രസകളിൽ പഠിച്ച ഇൽമ് അവരുടെ ജീവിതത്തിൽ പകർത്താനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും അറിയാം, 2025 നമ്മുടെ പുതിയ അധ്യയന വർഷം, മദ്രസ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ നമ്മുടെ ബുക്കുകൾ 1-ാം ക്ലാസ് മുതൽ 1, 2, 3, 4 ക്ലാസ്സുകളിലെ ബുക്കുകളൊക്കെ മാറിയിട്ടുണ്ട്. അടുത്ത കൊല്ലം 5 മുതൽ അങ്ങോട്ട് കുറച്ച് ക്ലാസ്സുകൾ മാറും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നത്തെ കൊല്ലം ബാക്കിയുള്ള ക്ലാസ്സുകളും മാറി 1 മുതൽ +2 വരെ പരിഷ്കരിച്ച ബുക്കുകളാണ് നമുക്ക് സമസ്ത പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ബുക്ക് മാറിയതിൽ ഒരുപാട് അൽഹംദുലില്ലാഹ് നേട്ടങ്ങൾ, വ്യത്യാസങ്ങൾ, കാലോചിതമായിട്ടുള്ള സിലബസുകൾ, കാലോചിതമായിട്ടുള്ള പാട്ടുകൾ, അതുപോലെ വർക്കിംഗ് പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരും ഒരേ ശൈലിയിൽ ഓതുന്ന ഒരു ഖിറാഅത്ത് സിസ്റ്റം, ഒരു സംവിധാനം, ഇങ്ങനെ തുടങ്ങി വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മുടെ സമസ്ത ഇപ്രാവശ്യത്തെ സിലബസുകളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് തദ്രീബു തിലാവ എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം ക്ലാസ് മുതൽ പുതിയ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. തജ്വീദിന് പകരം, ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണല്ലോ തജ്വീദ് എന്ന് പറയുന്നത്. തജ്വീദിന് പകരം ഇപ്പോൾ നമ്മൾ മക്കൾക്ക് പഠിപ്പിക്കുന്നത് തദ്രീബു തിലാവ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ കാക്കൊല്ല പരീക്ഷ 24-ാം തീയതി നടക്കുമ്പോൾ 24-ാം തീയതി ഖുർആൻ പരീക്ഷയാണ്. നമ്മൾ വിചാരിച്ച ഇതുപോലെ നമുക്ക് പരിചയമുള്ള, ഇതുവരെ നമുക്ക് പരിചയമുള്ള, കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ കൊല്ലം ഒക്കെ നടന്ന രീതിയിലുള്ള ഖുർആൻ പരീക്ഷയല്ല നമുക്ക് ഇനി വരാൻ പോകുന്ന പാദവാർഷിക പരീക്ഷയുടെ ഖുർആൻ പരീക്ഷ. ഖുർആൻ പരീക്ഷയിൽ ഖുർആൻ ഓത്തുമുണ്ടാകും, അതുപോലെ ഹിഫ്ള് പരീക്ഷയുണ്ടാകും, അതുപോലെ പിന്നെ എഴുത്തു പരീക്ഷയും ഉണ്ടാകും. അപ്പോൾ 3 വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള പരീക്ഷയാണ് ഖുർആൻ പരീക്ഷ എന്ന് പറഞ്ഞാൽ. തദ്രീബു തിലാവ എന്ന് പറഞ്ഞാൽ തജ്വീദാണ്. അപ്പോൾ ആ തദ്രീബു തിലാവൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, ഉത്തരം എഴുതാനുള്ളതുണ്ടാവും. അതിൻ്റെ പുറമെ തദ്രീബു തിലാവയുടെ അന്ന് തന്നെ, ആ സമയത്ത് തന്നെ പിന്നെ ഖുർആൻ ഓരോ കുട്ടികളെ കൊണ്ട് ഓദിച്ചിട്ട് ഖുർആൻ ഓത്തിൻ്റെ മാർക്ക് ഇടും. അതുപോലെ ഹിഫ്ള് പഠിക്കാൻ കുറച്ച് സൂറത്തുകളുണ്ടല്ലോ, ആ സൂറത്തുകൾ പിന്നെ ഓദിപ്പിച്ച് അതിൻ്റെ മാർക്കും ഇടും. പിന്നെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ കുട്ടികൾ ആൻസർ എഴുതിയതിന് ശേഷം ആ പേപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കും, അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു മാർക്കാണ് ഇപ്രാവശ്യത്തെ 2, 3, 4 ക്ലാസ്സുകളിലൊക്കെ ഖുർആൻ പരീക്ഷ നടക്കുന്നത് തദ്രീബു തിലാവയോട് കൂടിയാണ്. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ 5, 6, 7, 8 അങ്ങനെയുള്ള 5, 6, 7 വരെയാണുള്ള ഖുർആനുള്ളത്. അതൊക്കെ മുമ്പ് നടന്നതുപോലെയാണ്. അടുത്ത കൊല്ലമായിരിക്കും അവരുടെ ബുക്കൊക്കെ മാറുക. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തെ ഖുർആൻ പരീക്ഷ എങ്ങനെയായിരിക്കും തദ്രീബ് തിലാവ നമ്മൾ പഠിക്കേണ്ടത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളൊക്കെ ഈ വീഡിയോ കേൾക്കണം. തദ്രീബ് തിലാവ എങ്ങനെയായിരിക്കും പരീക്ഷ, എഴുത്തും ഖുർആനും ഹിഫ്ളും പാടെ എങ്ങനെയായിരിക്കും എന്നുള്ള ബേജാറൊന്നും വേണ്ട. പല ആളുകൾക്കും പേടിയുണ്ട്, തദ്രീബു തിലാവ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക, ഖുർആൻ പരീക്ഷയുടെ കൂടെ എഴുത്തും കൂടി എങ്ങനെ ഇപ്പോൾ ഇത് നടക്കുക എന്നൊക്കെ വളരെ സിമ്പിളാണ്. എല്ലാവരും നമ്മൾ ഇന്നത്തെ പാഠം നമുക്ക് എടുക്കാനുള്ളത് 4 വഹദ എന്ന് പറഞ്ഞിട്ട്, അൽ വഹദത്തുൽ ഊല എന്ന് പറഞ്ഞിട്ട്, അൽ വഹദത്തു സാനി, അൽ വഹദത്തു സാലിസ, റാബിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4 സെക്ഷനായിക്കൊണ്ടാണ് നമ്മളുടെ കാക്കൊല്ല പരീക്ഷയ്ക്ക് പാഠഭാഗങ്ങൾ ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, തദ്രീബ് തിലാവ ഒന്ന് എടുക്കുക. തദ്രീബ് തിലാവ എടുത്തിട്ട് പേജ് നമ്പർ 7ാമത്തെ പേജ് എടുക്കുക. അൽ വഹദത്തുൽ ഊല അതിങ്ങനെ കാണുന്നുണ്ടല്ലോ, അതിലെ പേജ് എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിയേ, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അഷ്ഹറു എന്ന് എഴുതിയിട്ടുണ്ട്. ഷഹ്ർ എന്ന് പറഞ്ഞാൽ മാസം. ഏത് മാസത്തെയാണ്? ശവ്വാൽ മാസത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദദുൽ ഫുസൂലി എന്ന് പറയാം, 2ാമത്തെ പെട്ടിക്കോളം. എല്ലാവരും പെട്ടിക്കോളത്തിൽ കണ്ണുറപ്പിച്ച് നോക്കണ്ട. അദദുൽ ഫുസൂൽ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അദദുൽ ഫുസൂൽ എന്ന് പറഞ്ഞാൽ നമുക്ക്
ശവ്വാൽ മാസത്തിൽ എത്ര ദിവസം മദ്രസ ഉണ്ടാകും? മദ്രസ ഉള്ള ദിവസം 18 ദിവസമാണ് മദ്രസ ഉണ്ടാവുക. ശവ്വാൽ 1 മുതൽ 8 വരെ വലിയ ചെറുപെരുന്നാളിൻ്റെ അവധിയാണ് അല്ലേ. 8 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇനി 12 ദിവസമാണ്, ഒരു 30 ദിവസം. ഒരു മാസത്തിൽ 30 പിടിച്ചാൽ 8 ദിവസം കഴിഞ്ഞാൽ 12 ദിവസമാണ് അതിലുള്ളത്. അതിൽ 2-3 വെള്ളിയും അതുപോലെ അവധിയൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ 18 ദിവസമാണ് അന്ന് ക്ലാസ്, ഈ ശവ്വാൽ മാസത്തിൽ ക്ലാസ് ഉണ്ടാവുക. അതാണ് അദദുൽ ഫുസൂൽ എന്നവിടെ എഴുതിയിരിക്കുന്നത് 18. പിന്നെ മഖ്തഉ ഷഹർ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ. എന്താണ് ഈ മാസത്തിൽ പഠിക്കേണ്ടത്? മിൻ അവ്വലി സൂറത്തുൽ മുൽക്ക് ഇലാ ആഖിരി സൂറത്തുൻ നൂഹ്. കാണില്ലേ, ആ പെട്ടിക്കോളാണ് നോക്കേണ്ടത് കേട്ടോ. സൂറത്തുൽ മുൽക്ക് ആദ്യം മുതൽ സൂറത്തുൽ നൂഹ് അവസാനം വരെയാണ് പഠിക്കേണ്ടത്. കാണാതെ പഠിക്കാനാണോ? അല്ല, ഓതി പഠിക്കാനാണ്. അത് സാധാരണ ഉസ്താദ് കുറച്ച് ആയത്ത് ഓതി തരും, കുട്ടികളത് വീട്ടിൽ നിന്ന് ഓതി പഠിക്കുക, എന്നിട്ട് പിറ്റേ എന്നിട്ട് ഉസ്താദിന് ഓതി കൊടുക്കുക, ഉസ്താദ് അടുത്ത പാഠം ഓതി തരും. അപ്പോൾ അതിങ്ങനെ പഠിക്കുക. ഇങ്ങനെ പഠിക്കാനുള്ള ഭാഗമാണ് അത്. നമുക്ക് വിശദീകരിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തദ്രീബു തിലാവൻ്റെ പരീക്ഷ എഴുത്തും ഹൈഫുളും ഖുർആനും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി 4ാമത്തെ പട്ടികോളത്തിൽ എന്താ ഉള്ളത്? മഖ്തഉ ലി തഹ്ഫീദി സൂറ. കാണാതെ പഠിക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന്. 1ാമത്തെ മാസം അഥവാ ശവ്വാൽ മാസം, നമ്മൾ മദ്രസ തുറന്ന മാസം ഉണ്ടല്ലോ, അന്ന് പുതുതായി കാണാതെ പഠിക്കാൻ സൂറത്തുകളൊന്നുമില്ല. അവിടെ എഴുതിക്കണ എന്താ? മുറാജ ആണ്. സൂറത്തു സനത്തിൽ മാദിയ. കഴിഞ്ഞ കൊല്ലം 2ാം ക്ലാസ്സിൽ കുറച്ച് സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് നോക്കുക. അതല്ലെങ്കിൽ 2ൽ പഠിച്ച് 2ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി മറന്നു പോകും. 3ൽ ഓർമ്മ ഉണ്ടാവില്ല. 3ൽ പഠിച്ച് 3 കഴിഞ്ഞ് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് മദ്രസ തുറക്കണോടുകൂടി അത് മറന്നു പോകും. പിന്നെ 4ൽ വേറെ പഠിക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. 2ൽ പഠിച്ച് 3ൽ ഓർമ്മ ഉണ്ടാവണം. 3ലും പഠിച്ചതും 2ൽ പഠിച്ചതും 4ൽ എത്തുമ്പോൾ ഓർമ്മ ഉണ്ടാവണം. എന്നാലാണ് കുട്ടികൾക്ക് നമ്മൾ നിസ്കാരത്തിലേക്ക് ഓതാൻ സൂറത്തുകൾ കിട്ടുള്ളൂ. അപ്പോൾ ശവ്വാൽ മാസം മുഴുവനും കഴിഞ്ഞ കൊല്ലം പഠിച്ച 2ാം ക്ലാസ്സിൽ പഠിച്ച 11 സൂറത്തുകൾ ആവർത്തിച്ച് പഠിക്കലാണ്. അതങ്ങോട്ട് തെറ്റ് ശരിയാക്കി അങ്ങോട്ട് ക്ലിയർ ആക്കി എടുക്കുക. ഏതൊക്കെ സൂറത്താണ് 2ാം ക്ലാസ്സിൽ പഠിച്ചത്? അലംതറ തൊട്ടിട്ട് താഴ്ത്തോട്ട് അലംതറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ തൊട്ടിട്ട് സൂറത്തുൻ നാസ് വരെ 10 സൂറത്തുണ്ട്. അതിൻ്റെ പുറമെ ഫാത്തിഹ സൂറത്തും. അങ്ങനെ 11 സൂറത്താണ് 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ആ 11 സൂറത്തും ഈ 18 ദിവസം ഓരോ സൂറത്ത് ഈ 2 സൂറത്തൊക്കെ ആയിട്ട് ഓതി നോക്കി പഠിച്ച് ലെവലാക്കാണ് വേണ്ടത്. അത് ലെവലാവാത്തവർ ലെവലാക്കണം. പരീക്ഷയ്ക്ക് ആ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും. ഹിഫ്ള് പരീക്ഷയ്ക്ക് ആ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇനി അതിൻ്റെ താഴത്തേക്ക് വരിക. സൂറത്തുകൾ പരിചയപ്പെടാം. എന്നിട്ട് പെട്ടിക്കോളം കണ്ടില്ലേ? സൂറത്തുൽ മുൽക്ക്, അതിൻ്റെ അടിയിൽ സൂറത്തുൽ മുൽക്ക് എന്നൊരു ചെറിയ റൗണ്ടിൻ്റെ ഉള്ളിൽ സൂറത്തുൽ മുൽക്ക് എന്ന് എഴുതിയത് കണ്ടോ? അതിൻ്റെ അടിയിൽ എന്ത് എഴുതിയ? മക്കിയാണ്. സൂറത്തുൽ മുൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇറങ്ങിയതാണ്. ആയാത്തുഹ, അതിൽ എത്ര ആയത്തുണ്ട്? 30 ആയത്താണുള്ളത്. തർത്തീബുഹ 67. തർത്തീബ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എത്ര സൂറത്തുള്ളത്? 114 സൂറത്തുള്ളത്. 114 സൂറത്തിൽ എത്രാമത്തെ നമ്പർ സൂറത്താണ് ഇത്? 67ാമത്തെ നമ്പർ സൂറത്താണ്. അതാണ് തർത്തീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴി. ക്രമപ്രകാരം ഇങ്ങനെ വരുമ്പോൾ 67ാമത്തെ സൂറത്താണെന്നാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് സൂറത്തുൽ ഖലം മക്കയിലിരിക്കുമ്പോൾ തന്നെ ഇറങ്ങിയതാണ്. 52 ആയത്താണുള്ളത്. പിന്നെ 68ാമത്തെ സൂറത്താണ്. തർത്തീബു 68. ഇനി നിങ്ങൾക്ക് അത് നോക്കിയാണ് മനസ്സിലാവുമല്ലോ. സൂറത്തുൽ ഹാക്ക, സൂറത്തുൽ മാരിജ്, സൂറത്തുൽ നൂഹ്, ഇത്രയും സൂറത്തുകളാണ് പഠിക്കാനുള്ളത്. നോക്കുമ്പോൾ 5 സൂറത്ത് പഠിക്കാനുണ്ട്. 5 സൂറത്ത് കാണാതെ പഠിക്കാനാണോ? അല്ലേ, അത് നോക്കി ഓതി തന്നെ പഠിക്കാനാ. ഈ 5 സൂറത്ത് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. സൂറത്തുൽ മുൽക്കിൽ ഒരു പേജിൽ ഖുർആനിൽ എത്ര വരിയുള്ളത് മക്കൾ? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? എന്നാൽ മുസാഫിർത്തിട്ടൊന്ന് എണ്ണി നോക്കണം. 15 വരിയാണ് ഒരു പേജിൽ ഉണ്ടാവുക. ഒരു സൂറത്തിൻ്റെ തുടക്കം ആ പേജിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു വരി അങ്ങനെ പോകും സൂറത്തിൻ്റെ പേര് എഴുതാൻ. പിന്നെ ബിസ്മി എഴുതാൻ ഒരു വരി പോകും. അപ്പോൾ പിന്നെ 13 വരിയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പേജിൽ 15 വരി അല്ലേ? ചിലപ്പോൾ ഒരു സൂറത്ത് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ, പുതിയൊരു സൂറത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ 13 വരി ഉണ്ടാവുക. അപ്പോൾ മുൽക്കിൻ്റെ വരികളൊക്കെ ഒന്ന് എണ്ണി നോക്കി ഞങ്ങൾ. 33 വരി ഉണ്ടാവും. സൂറത്തുൽ കലമിൻ്റെ 32 വരി ഉണ്ടാവും. ഹാക്ക സൂറത്തിൻ്റെ 27 വരി ഉണ്ടാവും. മാരിജ് സൂറത്തിൻ്റെ 24 വരി ഉണ്ടാവും. നൂഹ് സൂറത്തിൻ്റെ 24 വരി ഉണ്ടാവും. മൊത്തം 140 വരിയാണ് നമുക്ക് ശവ്വാൽ മാസത്തിൽ പഠിക്കാനുള്ളത്. ഈ 140 വരി പഠിക്കാൻ നമുക്ക് 18 ദിവസമുണ്ട്. അപ്പോൾ 140നെ 18 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ 7.7 വരി ഒരു ദിവസം പഠിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 8 വരി ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഈ ശവ്വാൽ മാസം കൊണ്ട് ഈ 5 സൂറത്തും എന്ത് ചെയ്യാം? തെറ്റുകൂടാതെ ഓതി പഠിക്കാം. ഇനി അതിൻ്റെ അടിയിൽ നോക്കിയാൽ പാരായണം കേട്ട് പരിശീലിക്കാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ശൈലിയിലുള്ള ഖിറാത്താണ് അത്. സൂറത്തുൽ മുൽക്ക് കണ്ടോ? അതിൻ്റെ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് ഇങ്ങോട്ട് വരും. ഉസ്താദിൻ്റെ ഒപ്പം ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ ഒപ്പം ഇങ്ങോട്ട് ഓതി പഠിക്കുക.
അപ്പോൾ എല്ലാവരും ഒരേ ശൈലിയിൽ അങ്ങോട്ട് ഖുർആനാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെയാണ് മറ്റുള്ള പേജുകളൊക്കെ മനസ്സിലാക്കുക. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഹുറൂഫ് ഷഫത്തൈൻ, ഇനി പരീക്ഷയ്ക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് എന്താ ഉണ്ടാവുക? എഴുത്ത് പരീക്ഷയ്ക്ക് സൂറത്തുൽ മുൽക്ക് അത് മക്കിയാണോ മദനിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പഠിച്ചു മക്കിയാണ്. അതിന് എത്ര ആയത്തുണ്ട്? 30 ആയത്തുണ്ട്. എത്രാമത്തെ നമ്പറിലാണുള്ളത്? 67ാമത്തെ നമ്പറാണ്. അത് പഠിക്കണം. അതുപോലെ സൂറത്തു നൂഹ് മക്കിയാണോ മദനിയാണോ? ആ പാഠത്തിലുള്ള സൂറത്തുകൾ 5 സൂറത്തും മക്കിയാണ് അല്ലേ? ആയത്ത് എത്ര ഉണ്ട്? സൂറത്തു നൂഹിന് എത്ര ആയത്തുണ്ട്? 28 ആയത്തുണ്ട്. അതിൻ്റെ ക്രമ നമ്പർ എത്രയാണ്? 71ാമത്തെ നമ്പറാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ പേജിൽ എഴുത്തു പരീക്ഷയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പേജിൽ ഹുറൂഫ് ഷഫത്തൈനിയിൽ, ഷഫത്തൈനി എന്ന് പറഞ്ഞാൽ എന്താ? 2 ചുണ്ട്. 2 ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം വാവ്, ഫാ, മീമ്, ബാ. ഇതാണ് പിന്നെ 2 ചുണ്ടുകളിൽ നിന്ന് ഷഫത്തൈനിയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഒരു നോട്ട് അവിടെ കണ്ടോ? അതിൻ്റെ അടിയിൽ പിന്നെ ഒരാളുടെ വായൻ്റെ ഫോട്ടോ കൊടുത്തതിൻ്റെ അടിയിൽ കണ്ടില്ലേ? വാവ്, ഫാ, മീമ്, ബാഗ് എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്നും കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. ഖുർആൻ നിങ്ങൾ ഓതുന്ന സൂറത്തുൽ മുൽക്കിൽ നിന്നോ സൂറത്തുൽ ഖലമിൽ നിന്നോ വാവ്, ഫാവ്, മീമ്, ബാഗ് വരുന്ന എത്ര പദങ്ങളുണ്ടാവും? അതിൽ നിന്ന് വാവ് വരുന്ന 2-3 പദം അതിൻ്റെ നേരം എഴുതുക. അടിയിൽ ഫാവ് വരുന്ന 3-4 ഖുർആനിൽ നോക്കി എഴുതുക. ഇങ്ങനെയാണ് ആ പേജ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം. ദേ വാവ് വരുന്ന വഹുവ. ഇപ്പുറത്തെ പേജ് നോക്കി ഞങ്ങൾ വാവ് വരുന്ന അക്ഷരം, വാവ് വരുന്ന പദങ്ങൾ. മീമ് വരുന്നത് മദ്മൂമുൻ, വാവ് വരുന്ന അൽവാദു, മീമ് സുക്കൂനുള്ളത് വരുന്ന അമമീൻതും അല്ലേ? ഫാവ് വരുന്നത് ഫുത്തൂറുൻ, ഫിയോത്തുവിൻ. ഇത്രയാണ് ആ ഭാഗത്തിലുള്ളത്. ഇനി നിങ്ങൾ ഇപ്പുറത്ത് നോക്കുക. ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10ാമത്തെ പേജിൽ കാണുന്നത് നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഒന്നാമത്തെ വഹദയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുക? ഒന്നാമത്തെ വഹദ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാസം ശവ്വാൽ മാസത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് 5 സൂറത്തുകൾ ഓതി പഠിക്കണം. അതുപോലെ 2ാം ക്ലാസ്സിൽ പഠിച്ച 10 സൂറത്തുകൾ കാണാതെ പഠിക്കണം. ഇനി പഠിക്കേണ്ടത് എന്താണ്? ഹുറൂഫ് ഷഫത്തൈനി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ മുൽക്ക് നിത്യമായി ആ നീല കളറിൽ വെള്ളാക്ഷരം കൊണ്ട് എഴുതിക്കണം, കണ്ടില്ലേ? സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ശഫാഅത്ത് ചെയ്യുകയും ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും. ഇതൊരു ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് എന്താണ് ഗുണം ഉണ്ടാവുക? അപ്പോൾ ഈ ചോദ്യത്തിനാണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതിനു പുറമെ ഖുർആനിലുള്ള ഒരു ദുആവും ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഏതാണത്? റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ നീ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചോദ്യങ്ങൾ ഈ പാഠത്തിലുണ്ടാവുക. പിന്നെ റബ്ബി സിദ്നി ഇൽമ ഒന്നിലും അതിൻ്റെ അർത്ഥം എഴുതാൻ പറയും. അല്ലെങ്കിൽ ഒന്നാമത്തെ വഹദയിൽ പഠിച്ച ഖുർആനിലെ പ്രാർത്ഥന ഏത്, അല്ലെങ്കിൽ റബ്ബി ഇട്ടിട്ട് പൂരിപ്പിക്കാൻ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ സിദ്നി ഇൽമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇനി പടിയിൽ കുറേ ബൾബുകൾ ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടിട്ടില്ലേ? അതിപ്പോൾ എന്താ സംഭവം? അത് കുട്ടികൾക്ക് മാർക്കിട്ട് സ്റ്റാർ ഇട്ട് കൊടുക്കാനുള്ളതാണ്. മുംതാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെണ്ണിൻ്റെ പേരൊന്നുമല്ല, മികച്ചത് എന്നാണ് അർത്ഥം. ജയ്യിദൻ ജിദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നല്ലത്. അത് കഴിഞ്ഞിട്ടോ ജയ്യിദ് എന്ന് പറഞ്ഞാൽ നല്ലത്. പിന്നെ ഹൈറു ജയ്യിദ് പറഞ്ഞാൽ നല്ലതല്ല, പോരാ. അത് കുട്ടികളുടെ പിന്നെ 9ാമത്തെ പേജിലെയും 8ാമത്തെ പേജിലെയും വർക്കൊക്കെ നോക്കി കുട്ടികൾ റബ്ബി സിദ്നി ഇൽമ പഠിച്ചിട്ടുണ്ടോ, സൂറത്തുൽ മുൽക്ക് ഓതിയാലുള്ള പ്രതിഫലം എന്താണെന്നൊക്കെ ചോദിച്ച് ഉത്തരമൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ മുംതാസ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തത്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തത്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തത്. അങ്ങനെ കുട്ടിയുടെ പാഠത്തെ നോക്കാനുള്ള വിലയിരുത്താനുള്ള പാഠഭാഗമാണത്. ഇനി അൽ വഹദത്തു സാനിയ മറിക്കി മക്കളെ 11ാമത്തെ പേജ് മറിക്കി. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ നോക്കണണ്ട. എന്നാൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തദ്രീബ് തിലാവുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2ാമത്തെ മാസത്തിലേക്ക് വരികയാണ്. ആ ഷഹർ ദുൽഖഅദയാണ് മാസം. അദദുൽ ഫുസൂല് പീരീഡുകളുടെ എണ്ണം അല്ല, ഇത് എത്ര ദിവസം ക്ലാസ് ഉണ്ടാവും? 24 ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടാവും. 4 വെള്ളിയാഴ്ച പോകും. ഒരു മാസത്തിന് 4 വെള്ളിയാഴ്ച പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു 1-2 അവധി പോകും. അങ്ങനെ 24 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അതിൽ ശരാശരി നമ്മൾ ദുൽഖഅദ മാസത്തിന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 24 മാസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസിർ, സൂറത്തുൽ ഖിയാമ,
അതേപോലെ തന്നെ പിന്നെ 2 സൂറത്തും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, ഇൻസാനും അതുപോലെ തന്നെ മുർസലാത്തും. ഈ സൂറത്തുകളൊക്കെ നോക്കിയിട്ട് ഒരു 8 വരി വെച്ചിട്ടാണ് ഓരോ ദിവസം പഠിക്കാനുണ്ടാവുക. അത് പ്രയാസമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ഉസ്താദ് എടുത്തു തരുന്നതിനനുസരിച്ച് ഇങ്ങനെ പഠിച്ചു പോയാൽ മതി, തെറ്റുകൂടാതെ ഓതി പഠിക്കുക. ഇനി ഏതെങ്കിലും ദിവസം നിങ്ങൾ പാടെടുക്കുമ്പോൾ ഇല്ലാത്തതാണെങ്കിൽ അടിയിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉസ്താദ് ഓതും, യൂട്യൂബിൽ ഉസ്താദ് ഓതിത്തരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓതിയാൽ മതി. പിന്നെ ഈ പാഠത്തിൽ ഈ മാസം അതായത് പിന്നെ ദുൽഖഅദ് മാസത്തിൽ 2 സൂറത്ത് കാണാതെ പഠിക്കാണ്ട്. സൂറത്തുൽ ഹുമസ അത് കാണാതെ പഠിക്കണം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ എന്ന് പറഞ്ഞുള്ള സൂറത്ത് കാണാതെ പഠിക്കണം. സൂറത്തുൽ അസ്റും കാണാതെ പഠിക്കണം. വൽ അസ്റു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞുള്ള സൂറത്തും കാണാതെ പഠിക്കണം. അപ്പോൾ ഇപ്പോൾ 3-ാം ക്ലാസ്സിൽ ദുൽഖഅദ് മാസത്തും എത്ര സൂറത്തായി? 2-ാം ക്ലാസ്സിൽ പഠിച്ച 11 സൂറത്തും പിന്നെ ഈ 2 സൂറത്താകുമ്പോൾ 13 സൂറത്തായി. പിന്നെ ഇനി പരീക്ഷയ്ക്ക് എന്താണ് ഈ ഭാഗത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാവുക? സൂറത്തുൽ ജിന്ന് അത് മക്കയാണോ മദനിയാണെന്ന് ചോദിക്കും. ഇതിലും എല്ലാ സൂറത്തും മക്കയാണ്. ഇതിന് 6 സൂറത്തുണ്ട്, 6 സൂറത്തും മക്കയാണ്. ആയത്തുകളുടെ എണ്ണം ഉണ്ട്. ചിലപ്പോൾ ചോദിക്കാം, നമുക്ക് പറയാൻ കഴിയില്ല. അതായത് എല്ലാ സൂറത്തും മക്കയാണ്, അത് പഠിച്ചു വെച്ചോളൂ. പിന്നെ എല്ലാവരും 12-ാമത്തെ പേജ് നോക്കൂ. ഹുറൂഫുൽ ജൗഫ് മദ്ദി. ഹുറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞാൽ വായൻ്റെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന ഹർഫുകൾ, എവിടെയും തൊടാതെ വരുന്ന ഹർഫുകൾ, അതാണ് ജൗഫ് എന്ന് പറഞ്ഞാൽ. അലിഫ് വാവ് യാ. മദ്ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എന്നും ഇതിനെ പറയും. ഇപ്പം ആ എന്നതിനെ നീട്ടാൻ നമ്മൾ ആ എന്നതിന് ഫത്താണ്, ഫത്തതിന് നീട്ടാൻ അലിഫ് അല്ലേ, ആ എന്നതിനെ നീട്ടാൻ ഓ, ഇ എന്നതിനെ നീട്ടാൻ കിസറ നീട്ടാൻ യാ അല്ലേ, ഈ, ഉ എന്നതിനെ നീട്ടാൻ ലോമിനെ നീട്ടാൻ വാവ് ഊ. ഇതിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ ഹുറൂഫുൽ ജൗഫ് വായൻ്റെ ഉൾഭാഗത്തു നിന്നാണ് വരുന്നത്. മധ്യായ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുക? മധ്യായ അക്ഷരങ്ങൾ ഏതൊക്കെ? അപ്പോൾ മക്കൾ എന്തെന്ന് എഴുതണം? അലിഫ് വാവ് യാന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തെ പാഠത്തിൽ നിങ്ങൾക്കറിയാം മധ്യായ അക്ഷരങ്ങൾ നോക്കിയിട്ട്, ഇപ്പുറത്തെ പാഠമല്ല ഇപ്പുറത്തെ പേജ് നമ്പർ 13 എന്താ പറയുന്നത്? മധ്യായ അക്ഷരങ്ങളുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ ഇതേവരെ പഠിച്ച 6 സൂറത്തുകളിൽ നിന്ന് എവിടുന്നേലും നോക്കിയെടുത്ത് എഴുതാൻ. വളരെ സിമ്പിളല്ലേ? ഇനി ഇപ്പുറത്തെ പേജിലേക്ക് നോക്കാം. 14-ാമത്തെ പേജ്. നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൽ ആ നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ലെറ്റർ കൊണ്ട് എഴുതിയത് അത് കാണാതെ നിങ്ങൾ പഠിക്കണം. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇഷ്ടമാണ് ആരെ? അവൻ തങ്ങൾ പറയേണ്ടത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് തജ്വീദ് അനുസരിച്ച് സാവധാനം ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹു റസൂലിന് ഇഷ്ടമാണ് എന്ന് പറയണം. അതാണ് അപ്പോൾ അതിലൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഖുർആനിൽ ഉള്ള ഒരു ദുആവും കൂടി 2-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ പാഠത്തിൽ നമ്മൾ ഏതാ പഠിച്ച്? റബ്ബി സിദ്നി ഇൽമ. ഇതിൽ പഠിക്കുന്നത് ഏതാ? സാധാരണ നമ്മൾ പള്ളിയിൽ ഉസ്താദ്മാരൊക്കെ ദുആർക്കാറുള്ള ഉമ്മാർക്കൊക്കെ അറിയുന്ന ദുആ, എല്ലാവർക്കും അറിയുന്ന ദുആണ്. ഏതാണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്നുള്ള ഈ ദുആയാണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കാനുള്ളത്. അപ്പോൾ 2-ാമത്തെ വഹദ കഴിഞ്ഞു. ഇനി 3-ാമത്തെ വഹദയാണ്. അൽ വഹദത്തു സാലിസ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ മാസം നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ. ദുൽഹിജ്ജ മാസമാണ്. കഴിഞ്ഞ മാസം നമുക്ക് വലിയ പെരുന്നാളിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആകെ കിട്ടുന്നത് 18 ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക. ഈ 18 ദിവസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മിൻ അവ്വലി സൂറത്തിൽ മുജാദല. ഇപ്പോൾ 2-ാമത് ജുസ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ശവ്വാലിലും ദുൽഖഅദിലും കൂടിയിട്ട് നമ്മൾ ഏത് ജുസ് തബാറക്കല്ലദി ബിയദിൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്ന 29-ാമത് ജുസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. 30-ാമത്തെ ജുസ് നമ്മൾ പഠിച്ചത് 2-ാം ക്ലാസ്സിലാണ്. ഇത് 3-ാം ക്ലാസ്സല്ലേ? അപ്പോൾ 3-ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഈ 2 മാസത്തിൽ 29-ാമത്തെ ജുസ് പഠിച്ചു കഴിഞ്ഞു. ഇനി 28-ാമത്തെ ജുസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 28-ാമത്തെ ജുസിൻ്റെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ മുജാദല. പിന്നെ അവ്വലി സൂറത്തിൽ മുജാദല, അവിടെ തൊട്ട് ഇലാഖരി സൂറത്ത് സ്വഫ്, അര ജുസ് വരെ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു മാസം അര ജുസ് വരെ പഠിക്കാനുള്ള പാഠഭാഗമാണ് ഉള്ളത്. അര ജുസ് എന്ന് പറഞ്ഞാൽ ഒരു ജുസയിൽ 10 ഏടാണുള്ളത്. 10 ഒരു ഏട് എന്ന് പറഞ്ഞാൽ ഒരു A4 എടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അപ്പുറം ഇപ്പുറം കൂടിയാണ് ഒരു ഏട് എന്ന് പറയാം. ഒരു ഏടിൽ എത്ര വരി ഉണ്ടാവും? 30 വരിയാണ് ഉണ്ടാവും. ഒരു പുറത്ത് 15 വരിയും ഇപ്പുറത്ത് 15 വരിയും. ഗൾഫിലെ മുസാഫിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ
നമുക്ക് ഈ മാസം പഠിക്കാൻ ഏതൊക്കെ ഉള്ളത് 4 സൂറത്തെ പഠിക്കാനുള്ളൂ. കാരണം 18 ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 4 സൂറത്തെ പഠിക്കാനുള്ളൂ. ശരാശരി ഒരു ദിവസം 8 ആയത്തെ കുട്ടിക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. അത് എന്ത് ചെയ്യണം? ഉസ്താദ് എടുത്തു തരും. അതിനനുസരിച്ച് കുട്ടി പഠിക്കണം. അതല്ലെങ്കിൽ ഉമ്മമാരെന്ത് ചെയ്യുക, ഈ അടിയിൽ കാണുന്ന സൂറത്തുൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. ഇതിൽ 4 സൂറത്തുകളും മദനിയാണ് കേട്ടോ. സൂറത്തുൽ മുജാദല, സൂറത്തുൽ അശ്ർ അല്ലേ, ഈ സൂറത്തുകളൊക്കെ, സൂറത്തുൽ മുംതഹിന, സൂറത്തുൽ സഫ്, ഈ 4 സൂറത്തുകളും മദനിയാണ്. അപ്പോൾ അത് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. 3-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അൽ മഹദത്തു സാലിസയിൽ 4 സൂറത്തുകളാണ് ഖുർആൻ നോക്കി ഓതി പഠിക്കാനുള്ളത്. അത് 4ഉം നിബിതങ്ങൾ മദീനയിൽ ആയിരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സൂറത്തുകളാണ്. അതാണ് മദനിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാതും ഒരു ദിവസം 8 വരി വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പാഠത്തിൽ ഈ മാസത്തിൽ നമുക്കൊരു സൂറത്ത് കാണാതെ പഠിക്കാണ്ട്. അതാണ് ഏത് സൂറത്ത്? ഒരു QR കോഡ് മേലെ കൊടുത്തിക്കണണ്ട, സൂറത്തു തകാസുർ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് പറയുന്ന സൂറത്തു തകാസുർ കുട്ടികൾക്ക് കാണാതെ പഠിക്കണം. അപ്പം മൊത്തം എത്ര സൂറത്തായി? ഇപ്പം 14 സൂറത്തായിട്ടാ. 11ഉം 3ഉം 11ഉം 2ഉം 13ഉം ഇപ്പം ഈ ഒരു സൂറത്തടക്കം 14 സൂറത്തായി. ഇനി ഇപ്പുറത്തെ പേജ് മറിക്കുക. 16-ാമത്തെ പേജ് എടുക്കുക എല്ലാവരും. ഹുറൂഫുൽ ലിസാൻ, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ കണ്ടില്ലേ? ഒരാൾ തൊള്ളോർന്നിരിക്കണണ്ട, മലമ്പുഴയിൽ എന്നാ കാണാനല്ല, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ തൊള്ളോർന്നിരിക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണ്ടേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ, മലമ്പുഴയിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള അക്ഷരങ്ങൾ ഖാഫ്, ഷീന്, ദാൽ, താ, സായ്, സീന്, നൂന്, ലാം, ക്യാഫ്. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇതിൽ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുക? ലിസാനിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചത് എന്താണ്? 2 ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. 2-ാമത്തെ പാഠത്തിൽ പഠിച്ചത് എന്താണ്? വായുടെ ഉൾഭാഗത്തു നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ? ഈ പാഠത്തിൽ പഠിക്കുന്നത് നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുടെ 1-ാമത്തെ പാഠമാണിത്. ഇനി നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ വേറെയുമുണ്ട്. അത് അടുത്ത പാഠത്തിലാണ് ചർച്ച ചെയ്യുക. ഇനി പേജൊന്ന് വരച്ചേ. 16-ാമത്തെ പേജ് കഴിഞ്ഞിട്ട് നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുള്ള കുറച്ച് പദങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണ് 17-ാമത്തെ പേജിലുള്ളത്. ഇനി 18-ാമത്തെ പേജിൽ വാ. ഇതിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം. എന്താ അതിൽ? ആ നീല കളറിൽ വെള്ള ലെറ്ററിലുള്ളതെന്ന് വായിച്ചു നോക്കുക. അള്ളാഹു, റസൂല്, ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ, ഇവരെ നാം എപ്പോഴും ഇഷ്ടപ്പെടണം. ഒരിക്കലും വെറുക്കാൻ പാടില്ല. ആരെ? അള്ളാഹു, റസൂല്, ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ. ഇനി വേറൊരു ചോദ്യം, ഇവരെ എപ്പോഴും നാം ഇഷ്ടപ്പെടാം. ആരെ? അള്ളാഹു, റസൂല്, ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ. ഓക്കെ, ഇങ്ങനെയാണ് ആ പാഠത്തിൽ ചോദ്യം ഉണ്ടാവുക പരീക്ഷയ്ക്ക്. ഇനി ഇതിലൊരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ ഒരു ദുആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഖുർആനിലെ പ്രാർത്ഥനകളാണ് ഇതൊക്കെ കേട്ടോ. റബ്ബി സിദ്നി ഇൽമ എന്നുള്ളതും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുള്ളതും ഇപ്പോൾ പഠിച്ച ദുആ. ഇനി ലാസ്റ്റ് പരീക്ഷ നമ്മൾ കഴിയാൻ പോവാണ്. നിങ്ങളൊരു അരമണിക്കൂർ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദുആ തദ്രീബു തിലാവ എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി 4-ാമത്തെ അൽ വഹദത്തു റാബിയ, ഷഹ്റു മുഹറമാണ്. ഇപ്പം നമ്മളുള്ള മുഹറം മാസത്തെ പാഠം കൂടി എന്തുണ്ടാവും? പരീക്ഷയ്ക്ക് ഉണ്ടാകും. മുഹറം മാസം 24-ാം തീയതി പരീക്ഷ തുടങ്ങുന്ന അന്ന് മുഹറം 28 അല്ലെങ്കിൽ 29 ആണ്. അപ്പോൾ പിന്നെ അതിലിനി ഒരു ദിവസമുള്ളൂ. അതുകൊണ്ടാണ് മുഹറം മാസത്തെ പാഠം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഹറം മാസത്തിൽ എത്ര ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടാവും? 24 ദിവസം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് സൂറത്തുകൾ കൂടുതൽ പഠിക്കാനുണ്ടാവും. ഏതൊക്കെ സൂറത്തുകളാണ് അതിൽ പഠിക്കാനുള്ള? ഒരു ഹിഫ്ലിൻ്റെ സൂറത്താണ് പഠിക്കാനുള്ളത്. സൂറത്തുൽ ഖാരിയ, അൽ ഖാരിയതു മൽ ഖാരിയ, ഈ സൂറത്ത് കാണാതെ പഠിക്കണം. അപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിച്ച 11 സൂറത്തും, പിന്നെ നമ്മൾ 2-ാമത്തെ പാഠത്തിൽ പഠിച്ച 2 സൂറത്തും, പിന്നെ 3-ാമത്തെ പാഠത്തിൽ പഠിച്ച 1 സൂറത്തും, ഈ പാഠത്തിൽ കാണാതെ പഠിച്ച സൂറത്തുൽ ഖാരിയം. ഇങ്ങനെ 14, 11, 13 അല്ലേ, 14 സൂറത്തും ഈ സൂറത്തുൽ ഖാരിയ അടക്കം 15 സൂറത്താണ് ഹിഫ്ലിന് നമുക്ക് കാണാതെ പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായി എന്ത് ചെയ്യുക? അത് കാണാതെ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ചോദ്യം എന്തായിരുന്നാലും പരീക്ഷയ്ക്കുണ്ടാകും. പിന്നെ ഈ പാഠത്തിൽ നമുക്ക് ബാക്കി പഠിക്കാനുള്ളത് ഏതാണെന്ന് നോക്കുക. നമ്മൾ ഏതൊക്കെ സൂറത്തുകൾ? സൂറത്ത് 3-ാമത്തെ ജുസിൽ അഥവാ 28-ാമത്തെ ജുസിൽ സഫ് വരെയാണ് നമ്മൾ പഠിച്ചു വെച്ച്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ജുമാ പഠിക്കണം, സൂറത്തുൽ മുനാഫിഖൂന പഠിക്കണം, സൂറത്തു തഗാബുന് പഠിക്കണം, സൂറത്തു ത്വലാഖ് പഠിക്കണം. അത് കഴിഞ്ഞ് സൂറത്തു തഹരീം പഠിക്കണം. 1/2 ജുസ് പഠിക്കണം. 1/2 ജുസ് കഴിഞ്ഞോടുകൂടി ആ മാസവും കഴിഞ്ഞു. ഇപ്പം എത്ര ജുസായി?
നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചത് അമ്മ ജുസാണ്, 30ാമത്തെ ജുസാണ്. പിന്നെ കഴിഞ്ഞ മാസത്തിലും 2 മാസത്തിലായിട്ട് നമ്മൾ പഠിച്ചത് 1ാമത്തെ വഹദയിലും 2ാമത്തെ വഹദയിലായിട്ട് നമ്മൾ 29ാമത്തെ ജുസു പഠിച്ചു. 3ാമത്തെ വഹദയിലും 4ാമത്തെ വഹദയിലായിട്ട് നമ്മൾ ഏത് പഠിച്ചു? 28ാമത്തെ ജുസു പഠിച്ചു. ഓക്കെ, നോക്കി ഓതാൻ പഠിച്ചു. പിന്നെ ഒരു സൂറത്തും കാണാതെ പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ഹുറൂഫുൽ ലിസാൻ കണ്ട, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ പാഠം 2. വേറെ ഏതൊക്കെ അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്? യാ ജീമ്. യാവും ജീമും ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. കണ്ട, സ്വാദ് അതും ഏകദേശം നാവിൻ്റെ ഒരേ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ലാദ് നാവിൻ്റെ അരുവിൽ നിന്ന് പുറപ്പെടുന്നു. ദാല് ഒക്കെ പുറപ്പെടുന്നതിൻ്റെ കുറച്ച് താഴത്ത് നിന്നാണ് റാവ് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ചിത്രമൊക്കെ നോക്കി അക്ഷരങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എന്താണ് സ്വാദ്, സാ, ജീം, ലാ, ജീമി എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം. അതിപ്പോൾ ഒരു വർക്കായിട്ട് മുസാഫിൽ നോക്കി നിങ്ങൾ എഴുതേണ്ടതെന്ന് മാത്രം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇപ്പുറത്തെ പേജ് മറിക്കുക, 22ാമത്തെ ലാസ്റ്റ് പേജ് മറിക്കുക. അതിനു മുമ്പേ 21ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. അതിൻ്റെ അടിയിൽ കണ്ട വൽ അർല ബസീറുൻ തുജ്സൗന തൗബത്തൻ നസൂഹ ഇങ്ങനെയൊക്കെ വാക്കുകൾ തന്നിട്ടുണ്ട്. കദ്ദബു, ബഅസ, അസ്വാജൻ, അസ്വാബ, യലാന ഇതൊക്കെ തന്നിട്ടില്ലേ? ഇങ്ങനെ അക്ഷരങ്ങൾ തന്നിട്ട് ഇത് എവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്? ഇതിൽ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഏത്? ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഏത്? മധ്യായ അക്ഷരം ഏത്? അല്ലെങ്കിൽ ഹുറൂഫുൽ ജൗഫിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതാനുണ്ടാവും. അപ്പോൾ ചില 3-4 ഉദാഹരണം തന്ന് ഇതിൽ നിന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എടുത്ത് എഴുതാൻ പറയാം. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതണം അല്ലേ? കദ്ദബു എന്ന് പറയുന്നത് ദാല് നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്, ബഅസ നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അത് നമ്മളെടുത്ത് എഴുതണം. പിന്നെ വായതാണ് തങ്ങേലും വാവ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. പിന്നെ സാദ ഇത് മധ്യായ അക്ഷരം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ സാന നീട്ടാൻ ഒരു അലിഫൊന്നും ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് എഴുതണം. നന്നായി ആലോചിച്ചിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ളത് 22ാമത്തെ പേജ് ലാസ്റ്റ് പാഠം കഴിഞ്ഞു കേട്ടാ. നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ട് നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ലെറ്റർ. എന്താണ്? തെറ്റുകൾ സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുന്നതും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതും സൽഗുണമാണ്. അപ്പോൾ സൽഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? തെറ്റ് സംഭവിച്ചാൽ സോറി എന്ന് പറയണം, ക്ഷമിക്കണം, എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പൊരുത്തപ്പെടുമെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാം. നമ്മളെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചു നമ്മളെ മനസ്സിനൊക്കെ വിഷമമായിട്ടുണ്ട്, പക്ഷേ അത് മറ്റാൾക്ക് ബോധ്യമായി ഇന്നയാൾക്ക് വിഷമമായിട്ടുണ്ട്, അപ്പോൾ അവനോടൊന്നും പോയി സോറി പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അത് മാപ്പ് കൊടുക്കും വേണം. ഇത് രണ്ടും എന്താണ്? സൽഗുണമാണ്. പിന്നെ ഇതിൽ നമുക്കൊരു ഖുർആനായത്ത് പഠിക്കാണ്ട് ഒരു പ്രാർത്ഥന, തവഫനീ മുസ്ലിമൻ വൽഹഖ്നീ ബിസ്സാലിഹീൻ. തവഫനീ മുസ്ലിമൻ, മുസ്ലിമായിട്ട് എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. വൽഹഖ്നീ ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് ഹബീബിങ്ങളെ പിന്നെ തദ്രീബു തിലാവയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തദ്രീബു തിലാവ എന്ന് പറഞ്ഞാൽ തജ്വീദും അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ളും 3 വിഷയങ്ങൾ കൂടിയിട്ടുള്ള പരീക്ഷയായിരിക്കും 24-ാം തീയതി നിങ്ങൾക്ക് നടക്കുക. വെറുതെ ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പോകണ്ട. എഴുത്തുണ്ടാവും, അതുപോലെ തന്നെ ഹിഫ്ളും ഉണ്ടാവും, ഖുർആൻ നോക്കി എഴുതാനുള്ളതുണ്ടാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഉസ്താദുമാർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ദിക്ർ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അഥവാ ഫിഖ്ഹിലെ ഫിഖ് പാഠത്തിൽ എന്തെങ്കിലും ദിക്ർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 6 പാഠമാണ് കൊല്ല പരീക്ഷയ്ക്ക് ഫിഖ്ഹിൽ നിന്നുണ്ടാവുക. അതിലിപ്പോൾ കാണാതെ പഠിക്കാനുള്ളത് 1ാമത്തെ പാഠത്തിൽ അസ്വലാത്ത് ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് 15ാമത്തെ പേജിൽ ലാസ്റ്റ് വരികയാണ്. അതൊന്ന് കാണാതെ പഠിക്കാം. നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. അത് ചില പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ 16ാമത്തെ പേജിൽ ഒളു ചെയ്തതിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ദുആ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അതുപോലെ തന്നെ അതിന് മുമ്പ് ഒളു എടുക്കുമ്പോൾ മുൻകൈ കഴുകുന്ന സമയത്ത് ചൊല്ലേണ്ടത് ബിസ്മിയും അഷ്ഹദു അല്ലാ ഇലാഹ ബിസ്മി ചൊല്ലിയതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി ലദീ ജഅലൽ മാഅ തഹൂറ. അതുകൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും 3 ദിക്റുകളാണ് നിങ്ങൾ പിന്നെ ഫിഖ്ഹിലെ 6 പാഠങ്ങളിൽ നിന്ന് 3 ദിക്റുകളാണ് കാണാതെ പഠിക്കാനുള്ളത്. ഒരു ഹദീസും 2 ദിക്റും.
അത് കാണാതെ പഠിച്ചു വെച്ചാൽ ഇൻഷാ അള്ളാഹ് ഈ പരീക്ഷ എളുപ്പമായി. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൂറത്തുകൾ 10 സൂറത്തുകളായിട്ടുള്ള അലംതുറ മുതൽ താഴ്ത്തോട്ടുള്ള സൂറത്തും, അതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാകൊല്ലൊക്കെ പരീക്ഷയ്ക്ക് പുതുതായി പഠിക്കാനുള്ള 4 സൂറത്താണ്. സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അശ്ർ, സൂറത്തുൽ തകാസുർ, സൂറത്തുൽ ഖാരിയ. ഇത് 4ഉം കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് നമ്മളെ MS വോയിസിൽ ഇടും. അപ്പോൾ അതിങ്ങനെ ഓതി എന്നും രാവിലെ അതിങ്ങനെ ഓത്തിങ്ങനെ കേൾക്കുക, പലവട്ടം ആവർത്തിച്ച് ഓതി ഇൻഷാ അല്ലാഹ് പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് MS വോയിസിൻ്റെ ഈ ചാനൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ നമ്മുടെ മക്കൾക്ക് പരീക്ഷ എഴുതാനും നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തിയോടുകൂടെ ജീവിക്കാനും സ്കൂളിലും മദ്രസയിലും ഒക്കെ പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങാനും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന മക്കളാകാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനൊക്കെ അല്ലാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. മൂസിക്കും ഇദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.